എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ടെറാറിയം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ടെറാറിയം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ടെറാറിയം. നിങ്ങൾക്ക് കാണാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്താണ് ടെറാറിയം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ടെറാറിയം സാധാരണയായി മണ്ണും ചെടികളും അടങ്ങുന്ന സീൽ ചെയ്യാവുന്ന ഗ്ലാസ് കണ്ടെയ്നറുകളാണ്. കൂടാതെ ചെടികളെ പരിപാലിക്കാനായിട്ട് നമുക്ക് അത് തുറക്കാനും കഴിയുന്നവയുമാണ്. നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ ചിലവ് കുറഞ്ഞ ഒരു സംഭവമാണ് ടെറാറിയം. നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ചെറിയൊരു മിനി ഗാർഡൻ എങ്ങനെയാണ് ഒരു കണ്ടെയ്നറിൽ സെറ്റ് ചെയ്ത് വെക്കുക, അതാണ് നമ്മുടെ ഈ ടെറാറിയം. ആയിരത്തി 1842 ബോട്ടണിസ്റ്റായ അല്ലെങ്കിൽ സസ്യശാസ്ത്രജ്ഞനായ നഥാനിയൽ ബാക്ക്ഷോ വാർഡ് എന്ന ആളാണ് ആദ്യത്തെ ടെറാറിയം വികസിപ്പിച്ചെടുത്തത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. മിസ്റ്റർ വാർഡ് ഒരു ബോട്ടണിസ്റ്റ് ആയിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം ഈ പ്രാണികളുടെയൊക്കെ പെരുമാറ്റം നിരീക്ഷിക്കാനായിട്ട് വെച്ചിരുന്ന ഒരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ഫേൺ ചെടിയുടെ സ്പോർ കിടന്നിട്ട് തനിയെ അത് മുളച്ചു വന്നു. ഇതാണ് ആദ്യത്തെ ടെറാറിയത്തിൽ കലാശിച്ചത്. ഇതിനെ വാർഡിയൻ കേസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് തദ്ദേശീയ ബ്രിട്ടീഷ് ചെടികളൊക്കെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലേക്ക് അയക്കാൻ വേണ്ടി വാർഡ് തൻ്റെ വാർഡിയൻ കേസ് നിർമ്മിച്ചു. മാസങ്ങൾ നീണ്ട യാത്രയ്ക്ക് ശേഷമാണ് ചെടികൾ ലക്ഷ്യസ്ഥാനം കണ്ടത്. എന്നാൽ അയച്ച ചെടികളൊക്കെ നല്ല കണ്ടീഷനോട് കൂടി തന്നെയാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നത്. അതുപോലെ തന്നെ വാർഡ് തൻ്റെ ജന്മനാടായ ഓസ്ട്രേലിയയിൽ നിന്നും ലണ്ടനിലേക്കും വാർഡിയൻ കേസ് വഴി ചെടികൾ അയച്ചു. ഇനി നമുക്ക് ടെറാറിയം ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ലാൻഡ് മോസ്, അഥവാ നമ്മുടെ വീടിൻ്റെ മതിലുകളിലും ഒക്കെ പറ്റിപ്പിടിക്കുന്ന പായൽ. ഇത് മഴക്കാലത്ത് ധാരാളമായിട്ട് നമ്മുടെ മതിലുകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നല്ല തിക്കായിട്ടുള്ള മോസ് നോക്കി കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചെത്തി എടുക്കുന്നതായിരിക്കും ഉത്തമം. ഇത് കാർപ്പറ്റ് പ്ലാന്റ് ആണ്. ഇത് അക്വാട്ടിക് പ്ലാന്റ് കൂടിയാണ്. ഇതും വീട്ടിലുള്ളതാണ്. അപ്പോൾ ഇതും കൂടി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യാം. പിന്നീട് എടുത്തത് ഗാർഡൻ ഗ്രാസ് ആണ്. ലാൻഡ് മോസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഗാർഡൻ ഗ്രാസ് എടുത്തിട്ടുണ്ട്, പിന്നെ 2 കല്ല് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ആ കാർപ്പറ്റ് പ്ലാന്റ്, പിന്നെ വീതിയുള്ള ചെറിയ കുറച്ച് കല്ലുകൾ, പിന്നെ അല്ലാതെ കുറച്ച് കല്ലിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ ചെറിയൊരു കഷ്ണം നെറ്റ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയത്, കുറച്ച് ടിഷ്യൂ പേപ്പർ, പിന്നെ ഇത് ചകിരിച്ചോറും കമ്പോസ്റ്റും എല്ലുപൊടിയും കൂടെ ചേർത്ത ഒരു മാനുവറാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ബൗളാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയൊരു ഫോർസെപ്സ്. ഇനി ആദ്യമായിട്ട് ഈ ഗ്ലാസ് ബൗളിൻ്റെ ഉള്ളിൽ നമ്മൾ പറക്കി വെച്ചിരിക്കുന്ന കല്ലിൻ്റെ കഷ്ണങ്ങളാണ് നിരത്തി കൊടുക്കേണ്ടത്. ഈ കല്ലിൻ്റെ കഷ്ണങ്ങൾ നിരത്തി കൊടുക്കുന്നത് ചെറിയൊരു കുന്നിൻ്റെ ചരിവ് പോലെയാണ്. ഒരു സ്ഥലത്ത് കുറച്ച് നല്ല പൊക്കം കൂട്ടി ഒരു ചെറിയ ചരിവ് രീതിയിലാണ് ഈ കല്ല് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. കല്ല് സെറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ നെറ്റിൻ്റെ പീസിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ കൊടുക്കുന്ന വെള്ളം താഴേക്ക് സ്ക്വീസ് ചെയ്ത് അടിയിൽ പോയി നിൽക്കാൻ വേണ്ടിയാണ് ഈ ഒരു നെറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചകിരിച്ചോറും നമ്മുടെ ആ എല്ലുപൊടിയും കമ്പോസ്റ്റും ഒക്കെ ചേർത്ത മാനുവർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് അല്പം ഒന്ന് നനച്ചെടുക്കുന്നത് നല്ലതായിരിക്കും. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഫുള്ള് കവർ ചെയ്യണം. നമ്മൾ ആ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്ലോപ്പ് അനുസരിച്ചാണ് ഇതും നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 ചെറിയ പീസ് കല്ലുണ്ട്, അത് ഇതിനുള്ളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വെക്കുമ്പോൾ ആദ്യം ഇരിക്കാൻ ഒരിത്തിരി പാടുണ്ടാവും. അത് നമ്മൾ ആ ചകിരിച്ചോറ് വെച്ച് തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ഒന്നൊന്ന് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഒരു ചെറിയ സ്റ്റെപ്സ് പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് വീതി കൂടിയ ചെറിയ മെറ്റലിൻ്റെ പീസുകൾ ഈ കാണുന്ന രീതിയിൽ നിരത്തി കൊടുക്കണം. ഇനി ആ വെച്ചിരിക്കുന്ന 2 കല്ലിൻ്റെ ബാക്കിലേക്കായിട്ട് ഗാർഡൻ ഗ്രാസ് ആണ് ഞാൻ വെച്ചു കൊടുക്കുന്നത്. ഞാൻ ആ കാണിച്ച ഫോർസെപ്സ് വെച്ചിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ അതങ്ങ് ഫിക്സ് ചെയ്യാവുന്നതേ ഉള്ളൂ. മൈന്യൂട്ടായിട്ടുള്ള ഗ്യാപ്പിലൊക്കെ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. പ്ലാന്റ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ചതിന് ശേഷം അതിനിടയിലേക്ക് കുറച്ച് ചകിരിച്ചോറ് ഇട്ടിട്ട് അതൊന്ന് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊരിച്ചിരി ബലത്തിൽ അവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും. ഇനി നമ്മൾ സ്റ്റെപ്സ് ചെയ്തതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മുടെ ലാൻഡ് മോസ് വെച്ച് കൊടുക്കുക. നന്നായിട്ട് നമ്മൾ ഏതെങ്കിലും പ്ലെയിൻ ആയിട്ടുള്ളൊരു സാധനം വെച്ചിട്ട് ഇളക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വെക്കുന്നത് കാർപ്പറ്റ് പ്ലാന്റ് ആണ്. ഇത് ജസ്റ്റ് ഒന്ന് വേരൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അതിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതിയാകും. ഇത് നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് തനിയെ അറ്റാച്ച് ചെയ്തങ്ങ് വളർന്നു വന്നോളും. പിന്നീട് നമ്മൾ ചകിരിച്ചോറ് ഇടയ്ക്കൊക്കെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഈ സ്റ്റോണിൻ്റെയൊക്കെ മുകളിൽ പറ്റിയിട്ടുണ്ടാകും. അത് ചെറിയൊരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഇതൊരു ചെറിയ സ്പ്രേയർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. നന്നായിട്ട് നനച്ചു കൊടുക്കണം. അങ്ങനെ ഏകദേശം നമ്മുടെ ടെറാറിയം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഫൈനൽ സ്റ്റെപ്പ് കൂടി മാത്രമാണ് ഉള്ളത്. നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉൾവശം ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് വൃത്തിയാക്കണം. ഇനി നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു പീസ് അതിൻ്റെ മൗത്ത് കവർ ചെയ്യാനായിട്ട് എടുക്കുക. പ്ലാസ്റ്റിക് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിതിൽ സ്പ്രേ ചെയ്തിട്ടുള്ള വെള്ളം ഇതിൽ നിന്നും ഇവോപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് വരും. ഗ്ലാസ്സിലൊക്കെ പറ്റിപ്പിടിച്ചതിൻ്റെ ബാക്കി ഈ പ്ലാസ്റ്റിക് പേപ്പറിലായിരിക്കും ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അവിടുന്ന് വീണ്ടും അത് തിരിച്ച് നമ്മുടെ ആ സോയിൽ പിന്നെ മോസ് ചെടികളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് തന്നെയാണ് നല്ലത്. അതിൻ്റെ മുകളിൽ ഞാൻ 2 ടിഷ്യൂ പേപ്പർ കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ സൈഡിൽ എക്സ്ട്രാ നിൽക്കുന്നതൊക്കെ നമുക്ക് സിസർ വെച്ച് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിതൊന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നത്. നീരാവിയൊക്കെ അതിൻ്റെ ഗ്ലാസിൻ്റെ സൈഡിനെ പറ്റി പിടിച്ചിട്ട് താഴേക്ക് വെള്ളമായിട്ട് തന്നെ അത് വന്നുകൊണ്ടേയിരിക്കും. ഇതിന് നമ്മൾ എക്സ്ട്രാ കെയറോ കാര്യങ്ങളോ ഒന്നും അധികമായിട്ട് കൊടുക്കേണ്ടതില്ല. ഇതിങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് വെള്ളം മുകളിലേക്ക് വന്നിട്ട് വീണ്ടും അത് താഴേക്ക് തന്നെ പോകും. ആ ഒരു പ്രോസസ്സിൽ ഇതിങ്ങനെ മെയിൻറ്റെയിൻ ആയി പോയിക്കൊണ്ടേയിരിക്കും.
ഓവറായിട്ട് കിളിക്കുന്ന ചെടികളൊന്നും നമ്മളിതിൽ വെച്ച് കൊടുക്കരുത്. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയാണ്. ലാൻഡ്സ്കേപ്പ്, നേച്ചർസ്കേപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീട്ടിൽ അത്യാവശ്യം കുറച്ച് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കാൻ പറ്റിയ ഒരു അടിപൊളിയൊരു ഡെക്കറേറ്റീവായിട്ടുള്ള ഒരു സാധനമാണിത്. അധികം നമുക്ക് ചിലവൊന്നുമില്ല. ഈ ഒരു ഗ്ലാസ് ബൗളിൻ്റെ ചിലവ് മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു ടെറാറിയം ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ടിടുക. പുതിയ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്.